Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ഇപ്പോൾ മാങ്ങയുടെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളെക്കുറിച്ചാണ് നമ്മൾ എല്ലാവരും ആലോചിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ വച്ചിട്ടുള്ള പച്ചമാങ്ങ വച്ചിട്ടുള്ള ഒരു എന്താ പറയുക പച്ചടിയെന്നോ എൻ്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിലേക്ക് അത് പറയുന്നത് ഞങ്ങൾ മാങ്ങ അരച്ച് കലക്കിയെന്നാണ്. മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ അമ്മമാരുണ്ടാക്കുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാങ്ങ പച്ചടി അല്ലെങ്കിൽ മാങ്ങ അരച്ച് കലക്കി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ മാങ്ങ അരച്ച് കലക്കി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 നല്ല നാടൻ മാങ്ങയാണ്. 2 മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ 2 ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള മുളക്, പച്ചമുളക്, 1 കപ്പോളം തേങ്ങ, പിന്നെ ഇതിനകത്ത് കടുക്, ഉലുവ, കടുക് വറക്കാൻ ആവശ്യമുള്ള വറ്റൽമുളക്, ഇത് കടുക് ഒന്ന് പൊടിച്ചു വച്ചിരിക്കുന്നത്. ഇത് തൈര് എന്ന് പറയുമ്പോൾ അധികം പുളിയുള്ള തൈരാവരുത്, എന്നാൽ പുളി അധികം കുറഞ്ഞതും ആവരുത്, ഒരു മീഡിയം ലെവലിലുള്ള പുളിയുള്ള തൈര്. അത് നമ്മളുടെ ഈ തേങ്ങയുടെ അളവും അതുപോലെ തൈരിൻ്റെ അളവും നിങ്ങളുടെ ആളുകളുടെ അതനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ മാങ്ങയും, പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 യൂസ് ചെയ്താൽ മതി, അല്ലാത്ത ചെറിയ മാങ്ങയാണെങ്കിൽ 2 അല്ലെങ്കിൽ പുളി ഒട്ടും ഇല്ലാത്തതിന് 1 2. ഇത് അരയ്ക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാദ്യം മാങ്ങയുടെ ചെത്തിക്കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കിയിട്ട് വരാം. അങ്ങനെ മാങ്ങയെല്ലാം നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചു. അതുപോലെ പച്ചമുളകും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം ഈ മാങ്ങയും മുളകും കുറച്ച് ഒരു 2 മുളകും 2 3 എരിവിനുള്ള മുളക് ഇതിനകത്ത് ചെന്നായിട്ടൊന്ന് ചതച്ച്, മാങ്ങ ശരിക്കും ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരയരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം, ചതച്ചിനേക്കാൾ കുറച്ചുകൂടി. അങ്ങനെ നമ്മളുടെ മാങ്ങ ഒന്ന് ശരിക്കും ചമ്മന്തിയുടെ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തില്ല, ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ 1 കപ്പ് തേങ്ങ അതുകൂടി ഇതിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തു. ആദ്യം മാങ്ങ ചതച്ചെടുത്തു, തേങ്ങ അതിനുശേഷം നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര്, നമുക്കതിനകത്ത് ആവശ്യമുള്ള തൈര് തൈരായിട്ടല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് അതും മിക്സ് ചെയ്ത് എൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. നമ്മൾ തൈര് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് കേട്ടോ. ആവശ്യമുള്ള ചേർക്കാൻ പറ്റിയ മാങ്ങ ചേർത്തു, തേങ്ങ, തൈര്. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയും മാങ്ങയും എന്താ പറയുക തൈരും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുവാണ് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കടുക് പൊടിച്ചു വച്ചിരിക്കുന്ന ചേർത്തു. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നോക്കാം കേട്ടോ, ഇതിനകത്ത് എരിവ് കറക്റ്റാണോ എന്നും പുളിയോ അല്ലെങ്കിൽ ഉപ്പോ ഇതൊക്കെ നോക്കണം ഈ സമയത്താണ്. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി, ഒരുപാട് വെള്ളക്കറി അല്ലെങ്കിൽ പോലും കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിനകത്ത് എങ്ങനെയുണ്ട്, ബാക്കി ഇതിനകത്ത് എല്ലാ ചേരുവകളും നന്നായിട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് ഇച്ചിരി മുളക് കുറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 3 പച്ചമുളക് ഇതിനകത്ത് കട്ട് ചെയ്ത്, അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറുണ്ണുമ്പോൾ ആ പച്ചമുളക് ഇങ്ങനെ കടിക്കുന്നതും ടേസ്റ്റാണ്, എരിവിനുള്ള അതൊരൊന്ന് കിടക്കുന്നത് കാണാനും ഒരു ഭംഗിയുണ്ട്, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നോക്കൂ, ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മാങ്ങ അരച്ച് കലക്കി എന്താ പറയുക റെഡിയായി. ഇനി നമ്മൾ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിടണം. അത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുകയൊന്നുമില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈ സീസണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മാങ്ങ പച്ചടി. നമ്മളൊരു പാത്രം വെച്ചു, അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നാടൻ ഫുഡ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകാൻ എടുക്കുന്ന സമയം അത്രയേ ഉള്ളൂ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, കറിവേപ്പിലയിലെ കടുക്, ഉലുവ ഇട്ടു, ശേഷം വറ്റൽമുളക് ഇട്ടു, അതിനുശേഷം നമ്മളുടെ
കറിവേപ്പില പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എത്ര വേണം എന്നുള്ളതൊന്നും. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൂട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് പൊട്ടി ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ അരച്ചുകളി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് ചെറിയൊരു ഇതുപോലെ മുകളിലേക്ക് ഒരു പുക പോലെ മുകളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നു. തിളയ്ക്കൊന്നും വേണ്ട, തൈര് ഒഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിരിഞ്ഞു പോകും. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. അധികം എന്താ പറയുക, ചമ്മന്തി പോലെ അരയൊന്നുമില്ല ഈ അരച്ചുകളിക്ക്. ഇതുപോലെ ചെറുതായിട്ട് കടിക്കാനും മാങ്ങയുടെ പീസും അതുപോലെ മുളകും ഒക്കെ കടിക്കാൻ നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. എന്തായാലും നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.